ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എനിക്കിന്നൊരു അവധി ദിവസം, അതായത് ഞാൻ അന്ന് അവധി എടുത്തൊരു ദിവസമായിരുന്നു. ഇതൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നില്ല ജോബിന് പോകുന്നതുകൊണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ലീവാണ്. അപ്പോൾ എൽഡൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം എൽഡൻ്റെ കാര്യങ്ങളെല്ലാവരും ചടയം ചെയ്യണം. അപ്പോൾ ചായയൊക്കെ കൊടുത്ത് അപ്പോൾ രാവിലെ തന്നെ ദേ ചെള്ളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീസണാണ്. ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പഴയ വീഡിയോ ആണ്, ജാനുവരിയിലെടുത്ത വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ചായ കുടിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഒരു ചടപടയെന്ന് പോകുന്നൊരു ടൈമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സിയാങ്കുട്ടിനും ഇന്ന് ഇതിന് വിടുന്നുണ്ട്, സ്കൂളിൽ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടാകുമ്പോൾ പിന്നെ എളുപ്പത്തിൽ പണി തീരും, എല്ലാവരും കഴിച്ചോളും, വലിയ കുഴപ്പമില്ല. പഴവും ഉണ്ട്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ഞാൻ പുട്ടുണ്ടാക്കുക കേട്ടോ. അപ്പോൾ സിയാന് ഈ ഒരു അളവിൽ പുട്ട് മതി. അപ്പോൾ അത് കാരണം ഞാൻ സിയാന് പുട്ട് ഈ ഒരു ഇതിനകത്ത് കേട്ടോ കൊടുക്കുന്നത്. എൽഡനും ഇതിനകത്ത് തന്നെ കേട്ടോ കൊടുത്തത്. കാരണം എൻ്റെ പണി പെട്ടെന്ന് തീരാനായിട്ട് വേണ്ടി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ സിയാന് ഞാൻ അധികം ഈ പറഞ്ഞ പോലെ തേങ്ങ എടുത്തില്ല, കാരണം തേങ്ങ ഇടുമ്പോഴേക്കും അവന് ചുമ വരും. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഇച്ചിരി തേങ്ങ എടുത്തുള്ളൂ കേട്ടോ. എൽഡനൊക്കെ നന്നായിട്ട് തേങ്ങ വേണം കേട്ടോ പുട്ടിന്. അപ്പോൾ ഇങ്ങനെയാണ് ചെറിയൊരു കുറ്റിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ട് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള നീറ്റല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുറേ വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറവുകൾ ഉണ്ടാവും. പലയിടത്തും ടൈലുണ്ടാവില്ല, ചുമ്മാ പെയിൻറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ അതിൻ്റേതായ വൃത്തികേടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൽഡന് വീഡിയോ എടുക്കുന്ന അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ബീട്രൂട്ട് എടുക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൽഡൻ കഴിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് എടുത്താൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ സമയമെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടാണ് ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഈ ചോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് പണി പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ സിയാനും എൽഡനും കൂടെ കഴിക്കാൻ പറ്റിയ രീതിയിൽ വേണം കേട്ടോ. രണ്ടും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. എൽഡന് നല്ല എരിവ് വേണം, സിയാനും എരിവ് പറ്റത്തില്ല. അപ്പോൾ അത് കാരണം അതങ്ങനെ പെട്ടെന്ന് തന്നെ തീർത്തു. പിന്നെ എൽഡന് കൊണ്ടുപോകാനായിട്ട് മുട്ട പൊരിച്ചതും പിന്നെ സൈഡിൽ തന്നെ ചൂടുവെള്ളം വെക്കുന്നില്ല. രണ്ടുപേർക്കും ചൂടുവെള്ളം വേണം. എൽഡന് ന്യൂമോണിയ വന്നതിന് ശേഷം എൽഡനും ചൂടുവെള്ളം വേണം കേട്ടോ. പിന്നെ സിയാൻ്റെ കേസിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ചൂടുവെള്ളം അവന് എന്തായാലും വേണം കേട്ടോ, ചെറുതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ എൽഡൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചടയെന്ന് പറഞ്ഞ് തീർക്കും കേട്ടോ. വേഗം ഓട്ടമാണ്, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം സിയാൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ സിയാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ. നിങ്ങളുടെ പിള്ളേർ ഇങ്ങനെയാണോ കിടക്കാറ്? ഇവന് എങ്ങനെ കിടക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെയാണ് സിയാൻ കിടക്കുന്നത്. എന്തായാലും അങ്ങനെ എൽഡൻ്റെ ബാഗിലോട്ട് വേഗം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡൊന്നും വെച്ചല്ല കേട്ടോ എടുക്കുന്നത്, കാരണം എനിക്ക് ടൈം കിട്ടിയില്ല. സ്റ്റാൻഡൊക്കെ വെക്കാൻ പോയി ഒരുപാട് സമയം പോകും കേട്ടോ. അങ്ങനെ എൽഡൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തു. ഇനിയിപ്പോൾ നമ്മുടെ സിയാൻകുട്ടനെ റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി. ഇതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൻ നിന്ന് തരത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്റ്റാൻഡ് വെക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ പൊസിഷനിലോട്ടൊക്കെ വെച്ച് എടുക്കാൻ വയ്ക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. സിയാൻ്റെ വാനാണെങ്കിലും പെട്ടെന്ന് വരും കേട്ടോ. നമ്മൾ ലേറ്റ് ആകുന്ന സമയത്തായിരിക്കും, പെട്ടെന്ന് നേരത്തെ വരും അന്നത്തെ ദിവസം വാന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റുമായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അന്ന് സൺഡേ ഞങ്ങൾക്ക് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എല്ലാ സൺഡേസും ക്ലീനിങ് ഡേ ആണ് എൻ്റെ. അപ്പോൾ അന്നായിരിക്കും ചിലപ്പോൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് മര്യാദയ്ക്ക് ഇടുന്നത്. കാരണം ഞങ്ങൾ 3 പേരെയും ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് ഓരോ ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും കൂടി എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഇടാറുമില്ല കേട്ടോ. അങ്ങനെ സ്റ്റാൻഡ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റാൻഡ് വീണ്, അങ്ങനെ സ്റ്റാൻഡും പൊട്ടി. ഇതിന് മുമ്പ് ഇതേപോലെ സ്റ്റാൻഡ് പൊട്ടിയിട്ട് എല്ലാം ശരിയാക്കിയതായിരുന്നു. അങ്ങനെ അതിൻ്റെ പരിപാടിയും തീർന്നു. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച് ഞാൻ വെച്ചു. ഇതിന് മുമ്പും സിയാൻ്റെ കയ്യിൽ നിന്നായിരുന്നു കേട്ടോ പ്രാവശ്യം വീണു. ഈ സിയാൻ ഓടി നടന്നപ്പോൾ പെട്ടെന്ന് സ്റ്റാൻഡ് വീണു. പുതിയതായിരുന്നു, അത് സിയാനായിട്ട് പൊട്ടിച്ചു. ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്നും വീണു. അങ്ങനെ അത് ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റർ ഒട്ടിച്ച് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി വെക്കണം എന്ന് വിചാരിച്ചു. ഇതൊക്കെ അടുക്കി വെക്കുമെങ്കിൽ ഒരെണ്ണം എടുക്കാനായിട്ട് എടുക്കുമ്പോൾ തന്നെ എല്ലാം പോകും കേട്ടോ. അപ്പോൾ ഇനി താഴത്തെ സെക്ഷനാണ് ഒന്ന് ശരിക്കും മര്യാദയ്ക്ക് എടുത്ത് വെക്കാനുള്ള കേട്ടോ. കുറേ ഡ്രസ്സ് കിടപ്പുണ്ട് പഴയത്, അതെല്ലാം എടുത്ത് മാറ്റി വേണം ക്ലീൻ ചെയ്യാൻ. പിന്നെ നമ്മുടെ സിയാൻ്റെ വകതേ കൈ കൊണ്ടുള്ള പാടാട്ടോ, മുഴുവൻ അവൻ ചോക്ലേറ്റും ഇതെല്ലാം കഴിച്ചിട്ട് ഈ കണ്ണാടി വന്നിങ്ങനെ നോക്കി അവിടെ ഇവിടെയൊക്കെ കൈ കൊണ്ട് പിടിക്കുമ്പോഴേക്ക് ഫുൾ ചെളിയാവും കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ സിയാൻ്റെ പോട്ടി ട്രെയിനിങ്ങിൻ്റെ സാധനം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ടിഷ്യൂ വെച്ചിട്ടാട്ടോ. എനിക്ക് ഈ ടിഷ്യൂ ആദ്യം മേടിച്ച സമയത്ത് വലിയ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു ടിഷ്യൂ കേട്ടോ. അത്യാവശ്യം റേറ്റും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഞാനിത് ഈ ഒരു ബ്രാൻഡാട്ടോ മേടിക്കുന്നത്. ഏതാ ലവ് ലാപ്പിൻ്റെ ആണ് മേടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് എള്ളനും വന്നു, സിയാനും വന്നു. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാരി ഉടുക്കാമെന്നാണ് കരുതിയത്. കുറേ നാളായി സാരി കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ സാരിയൊക്കെ ഓൾറെഡി ഞാൻ മേടിച്ച്, ഞാൻ ജോലി കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം പോയി പെരുമ്പാവൂർ പോയി ഞാൻ മേടിക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓൾട്രേഷനോ ഒന്നും വേണ്ടി വന്നില്ല. പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോ അങ്ങനെ നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ക്രിറ്റിസിസം കേട്ടു. അതായത് ഒരുപാട് പേര് ഇതേപോലെ ജോലിക്ക് പോയിട്ട് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതൊരു കഴിവ് തന്നെയാണ്. ജോലിക്കും പോയി വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൽസ് ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എനിക്കിപ്പോൾ പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്കിപ്പോൾ ഇവിടെ വീട്ടിൽ അമ്മയുണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെ ഞാൻ എന്തോ വലിയ കാര്യം പോലെ ഞാൻ നോക്കുന്നത്. കാരണം വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് കൊച്ചിൻ്റെ കാര്യവും എള്ളിൻ്റെ കാര്യം എൻ്റെ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ചെവിക്കൊടി കേട്ട് ആ ചെവിക്കൊടി കളഞ്ഞ് അങ്ങനെ വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബുട്ടീക്കിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ റോയൽ ബേക്കറി കയറാമെന്ന് കരുതി. കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ കൊടുക്കുന്ന വേണ്ടിയുള്ള സ്നാക്സും അവന് ചോക്ലേറ്റ് വേണം കേട്ടോ. ഡെയിലി വേണം ഒരു ചോക്ലേറ്റ്. അപ്പോൾ ഈ 5 രൂപയുടെ ഡയറി മിൽക്കാട്ടോ മേടിച്ച് കൊടുക്കാറ്. അപ്പോൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണിത്. എവിടെയെങ്കിലും പോയി ഐസ്ക്രീമിൻ്റെ ഫ്രീസറുണ്ടാവും, അവിടെ നിന്ന് പോയി അവൻ ഐസ്ക്രീം തന്നെ എടുക്കും കേട്ടോ. കാണിച്ച് അവനെ എടുപ്പിക്കും. ഒന്നെങ്കിൽ അവൻ തന്നെ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവൻ തന്നെ എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എടുപ്പിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവന് ഐസ്ക്രീം മേടിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾ മേടിച്ചത് ഒരു ഫ്രൈഡ് റൈസ് ഹാഫാക്കി കഴിക്കുക കേട്ടോ ചെയ്യുന്നത്. സ്ഥിരം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നതാണ്. അത്യാവശ്യം നല്ല കേട്ടോ. റോയലിലെ ഫുഡൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ റിനോവേറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമായി അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ സാമഗ്രികളെല്ലാം ഞാൻ എടുക്കുവാണ് കേട്ടോ. എന്തൊക്കെ എടുക്കണം, ഇടുന്ന സാരിക്ക് എന്തൊക്കെ ഇടുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. കാരണം ഞാൻ പൊതുവേ അങ്ങനെ ഓർണമെൻറ്റ്സ് ഇടുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. അത് വീട്ടിലാണെങ്കിൽ ഒട്ടും ഇടത്തില്ല. കമ്മലല്ലാണ്ട് ഞാൻ മാലയൊന്നും ഞാൻ ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്നാൽ സാരിക്കാകുമ്പോൾ കുറച്ചൊരു മെനക്ക് ഇടണമല്ലോ ഓർണമെൻറ്റ്സ്. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ പഴയ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് ഒന്നിന് കളറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാം അതേ പടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെ പഴയ ഓണത്തിനൊക്കെ വേണ്ടി മേടിച്ചതാട്ടോ. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ സ്ലിപ്പ് കവറിൽ ഇടുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം മേ ബി അതിൻ്റെ കളറ് പോകാത്ത കേട്ടോ. എല്ലാം പുത്തം പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഏതൊക്കെ ഇടുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു നേരത്തെ കാണിച്ച മാലയും അതേപോലെ തന്നെ വളയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല അന്നത്തെ കാര്യം. ഒന്നാൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ സിയാനും ഉണ്ട്. സാരി തന്നെ കൊടുത്ത് ഞാൻ എങ്ങനെ ഇരുന്നേന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സാരി വന്നിട്ട് കേട്ടോ. ഒരുപാട് ഞാൻ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടില്ല കേട്ടോ.
സാരി ഹാൻഡിൽ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനും കൊണ്ട്. ചെയ്യാൻ അന്ന് മൊത്തം അലമ്പായിരുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കരഞ്ഞ് ഇതേ ഉറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മ പഴംപൊരി ഉണ്ടാക്കാനുള്ള സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ചുമ്മാ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മൈദയും അതേപോലെ അരിപ്പൊടിയും ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊത്തം ചളമായി പോയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ മൈദ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. മൈദയും പഞ്ചസാരയും ഉപ്പുമായിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ട് പിന്നെ അതേപോലെ നല്ല മെലിഞ്ഞാട്ടോ അരിഞ്ഞത്.